അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോള് സീനത്തെ എവിടെ റബ്ബേ ഈ പെണ്ണ്? അകത്തൊന്നും സീനത്തിനെ കാണുന്നില്ല. റബ്ബേ, കുട്ടി എവിടെ റബ്ബേ? ഈ നട്ടപ്പാതിരാക്ക് ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക? മോളെ സീനത്തെ, പഠിച്ചോനെ, അകത്തൊന്നും കാണുന്നില്ലല്ലോ. എന്നാൽ ഉമ്മ നേരെയതാ എല്ലാ റൂമിലും മുറ്റത്തും പോയി നോക്കി. പഠിച്ചോനെ, ഈ മുച്ചന്തി മോന്തിക്ക് ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക? നേരെ ഇരുട്ടായി തുടങ്ങുന്നു റബ്ബേ, എനിക്ക് സമാധാനമില്ല. ഇക്കാണെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റ് ആവും. ഇന്ന് ഒരു പരിപാടിയുണ്ട്, സ്നേഹിതൻ്റെ കുട്ടിൻ്റെ കല്യാണത്തലേന്ന് പറഞ്ഞ് കുറച്ച് നേരം വൈകുമെന്ന് പറഞ്ഞതാണ്. മോനും അവിടെ തന്നെ, ഞാനും സീനത്തും കുട്ടിയും ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. പൊന്നാരെ, എവിടെയാണ് ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക റബ്ബേ? എനിക്ക് സമാധാനമില്ലല്ലോ. നേരെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു. ഫോണൊക്കെ ഇത് എവിടെ നിന്ന് ബെല്ലടിക്കണേ? പിന്നെ ഇത് എവിടെ പോയി കിടക്കുക റബ്ബേ? വല്ലാത്തൊരു പുതുമന്നെ. നേരെ ഒന്നുകൂടി മുറ്റത്തേക്ക് ഇറങ്ങി തിരഞ്ഞു നോക്കണം. മോളെ സീനത്തെ, പഠിച്ചോനാ കുട്ടിനെയും കൊണ്ട് എവിടേക്കാ റബ്ബേ പോയത്? എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ. അതെ, സീനത്തിൻ്റെ ഉമ്മ ആകെ ബേജാറായി. പഠിച്ചോനെ, ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക റബ്ബേ? അല്ല, എന്തിൻ്റെ കേടാ? അല്ലെങ്കിലും ഓളെ സ്നേഹിക്കുന്നിടത്തോളം ഓൾക്ക് ഓരോ ദുസ്വഭാവം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ തന്നെ അതാ അവർ എല്ലായിടത്തും ഒന്ന് പോയി നോക്കി. കുട്ടീൻ്റെ ഒച്ചപ്പാടൊന്നും കേൾക്കണില്ലല്ലോ പഠിച്ചോനെ. നേരെ അതാ ഫോണെടുത്ത് ഉപ്പാക്ക് വിളിക്കുന്നു. ഹലോ. ആ, എന്താ ഇക്ക? പിന്നുണ്ടല്ലോ, മോളെവിടെ സീനത്ത്? ഓളിവിടെ ഇല്ലല്ലോ. നീ എന്തീ പറയുന്നത്? ഞാനും മോനും ഇവിടെ കല്യാണത്തിന് ഉണ്ട്. അതല്ല, ഓളിവിടെ അകത്തൊന്നും കാണില്ലക്ക. എനിക്ക് പേടിയാകുന്നു. എന്നാൽ അപ്പോൾ തന്നെ അതാ മോനെ ഉപ്പ വിളിക്കുന്നു. എടാ മോനെ, സീനമോളെ കാണുന്നില്ലെന്ന് പറഞ്ഞു. സീനോനെ കാണുന്നില്ല. എവിടെ അവൾ? ഒന്ന് പോയി നോക്ക്. എന്താ ഉപ്പ പറഞ്ഞത്? വാടാ നമുക്ക് പോകാം. പെട്ടെന്ന് തന്നെ ഉപ്പയും അവനും വീട്ടിലേക്കെത്തി. വീടാകെ തിരിഞ്ഞു നോക്കി. ബാത്റൂമും ഉൾഭാഗവും മൊത്തത്തിൽ ആകെ ചികഞ്ഞു. മോളെ നീ എവിടെ മോളെ? എത്രയായിട്ടും സീനത്തിനെ കാണുന്നില്ല. അവരുടെ കൈകാലുകൾ തളർന്നു. റബ്ബേ, പഠിച്ചോനെ, ഇനിയിപ്പോൾ വല്ല കടുങ്കൈ വല്ലതും ചെയ്തോ? പഠിച്ചോനെ, അല്ലാ, ആ കുഞ്ഞിനെയും കാണുന്നില്ലല്ലോ. അവർ വീട്ടിനുള്ള മുറ്റത്ത് ആ ഒരു കിണർ വരെ പോയി നോക്കി. പഠിച്ചോനെ, അല്ലാ, ശരിക്കും ആ ഉമ്മയുടെ കൈകാലുകൾ തളർന്ന് അവർ ബോധരഹിതയായി വീഴുകയാണ്. പഠിച്ചോനെ, എൻ്റെ മോളിത് എവിടെ പോയി റബ്ബേ? ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ? അതെ, അവളിവിടെ ഉണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കൂ മോനെ. എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല. മോനെ, നീ ഒന്ന് വിളിച്ചു നോക്ക് റബ്ബേ, എനിക്ക് കഴിയണില്ല. ഉമ്മ അതാ ബോധം കിടുന്നു. പെണ്ണ്, നീയും കൂടെ തളർത്തല്ലേ? എൻ്റെ കുട്ടി ഇതെവിടെ പോയി? പഠിച്ചോൻ, എൻ്റെ കുട്ടി എവിടെ പോയി? ആ ഉമ്മ അബോധാവസ്ഥയിലേക്ക് മായുകയായിരുന്നു. എന്നാൽ ഉപ്പയും അവനും ആകപ്പാട് ടെൻഷനായി. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? എങ്ങോട്ട് വിളിച്ചു നോക്കുക അറിയുന്നില്ല. അയൽവാസികളോട് അവിടെ ഒന്നും രാത്രി പോകില്ലല്ലോ. ഈ സമയം, അതെ 11 മണിയാണ്. ഈ സമയത്താണ് നമ്മളിവിടെ ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് അവൾ പോയതായിരിക്കും. ഉപ്പാ, ഇനിയൊരു പക്ഷേ അവൾ ഷെഫി ഉസ്താദിൻ്റെ. എന്താ മോനെ നീ പറയണത്? അവനൊക്കെ ഇന്ന് പോകുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അങ്ങോട്ടെങ്ങാനും അതൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഉമ്മാ, പഠിച്ചോനെ, ആരാ റബ്ബേ ഈ സമയത്ത്? മോളും ഷെഫി ഇന്നങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും പോയി. പഠിച്ചോനെ, ആരാ റബ്ബേ ഈ സമയത്ത്? അതെ, ആ ഉമ്മ വന്ന് പതുക്കെ വാതിൽ തുറക്കുവാൻ നിന്നപ്പോൾ ഒന്നുകൂടി ഉമ്മ വാതിൽ തുറക്കി അവൾ മുട്ടി വിളിക്കുന്നു. എന്നാൽ ആ ശബ്ദം കേട്ട പോലെ, എന്നാൽ കുഞ്ഞിൻ്റെ ഒരു കരച്ചിലും. അതെ, ആ ഉമ്മ പെട്ടെന്ന് വാതിൽ തുറന്നു. അതെ, വിചാരിച്ചതുപോലെ സീനത്തും കുഞ്ഞുമാണ്. മോളെ, ഈ സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? ഉമ്മ, എവിടെ എൻ്റെ ഉസ്താദോ? എൻ്റെ ഷെഫി ഉസ്താദ് എവിടെ ഉമ്മ? മോളെ, അവർ പോയല്ലോ. എവിടേക്ക് പോവുക? എനിക്ക് മൂപ്പരെ കൂടെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനാ?
ഒറ്റയ്ക്ക് എനിക്ക് കഴിയില്ല. എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. പൊന്നു മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? അല്ല, എൻ്റെ വീട്ടുകാരറിഞ്ഞിക്കണോ ഈ നട്ടപ്പാതിരാക്കി നീ ഇറങ്ങിപ്പോന്നിട്ട്? ആരോടും പറഞ്ഞിട്ടില്ല. ഇക്കാക്കയും ഉപ്പയും കല്യാണത്തിന് പോയതാണ്. ഉമ്മ നിസ്കരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയതാണ്. അതെ, അല്ല, ഇങ്ങോട്ട് ഞാനൊരു ഓട്ടോ വിളിച്ച് പോന്നതാണ്. വല്ലാത്തൊരു ധൈര്യം തന്നെ. ഈ വീട്ടിൽ പറഞ്ഞിക്കണോ? പഠിച്ചോനെ, വേഗം വിളിച്ച് പറഞ്ഞു. വേണ്ട വേണ്ട, അവരോട് പറയണ്ട. ഞാൻ ഞങ്ങോട്ട് പോകണില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഷെഫി ഉസ്താദിനെ വിളിക്ക്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറയും. പൊന്നു മോളെ, നീ എന്തീ പറയുന്നത്? വിവാഹമോചനം തേടിയ നീ വീണ്ടും അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്കറിയോ? ഒരിക്കലുമില്ല, ഇസ്ലാമിൽ അത് പറ്റില്ല. എന്താ മോളെ നീ പറയുന്നത്? അതെ, എൻ്റെ മോനെ ഇപ്പോൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നതാണ്. ദയവായി നീ അത് നശിപ്പിക്കരുത്. അപ്പം എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയായിരുന്നല്ലേ? എന്ത് കുറ്റപ്പെടുത്തരുത്? നീയായിട്ട് തന്നെയല്ലേ ഇറങ്ങിപ്പോയത്? ഞങ്ങളാരും പറഞ്ഞയച്ചതല്ലോ. എന്നാലും ഞാൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഷെഫി ഉസ്താദ് എന്നെ ഏറ്റെടുക്കേണ്ടതല്ലേ? പക്ഷെ അത് ചെയ്തില്ലല്ലോ. എന്നിട്ട് മറ്റൊരുത്തൻ്റെ തലയിൽ എന്നെ കെട്ടിവെക്കാൻ നോക്കുമായിരുന്നല്ലേ നിങ്ങളെല്ലാവരും കൂടെ? ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ഞെട്ടി. പൊന്നു മോളെ, നീ ഇതൊക്കെ പിന്നെ സംസാരിക്കേ. ദയവായി എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു ഉപ്പാക്ക്. പഠിച്ചോനെ, ഈ ഫോണും കാര്യങ്ങളും എനിക്കാണെങ്കിൽ കിട്ടണമില്ല. എൻ്റെ ഉമ്മാൻ്റെ നമ്പർ ഇതിൽ സേവ് ചെയ്തിരുന്നു. ഇതൊന്ന് നോക്കായി. എന്തിന്? എന്നാൽ സീനത്ത് ഉമ്മയുടെ ഫോണ് അതാ പിടിച്ച് പറിച്ച് വാങ്ങി ആ ടേബിളിലേക്ക് അങ്ങ് ഇട്ടു. മോളെ, എന്ത് ചെയ്യുന്നത്? വേണ്ട. എന്താ, ഞാൻ പോരുന്നത് ഉമ്മാനോട് ഉപ്പാനോട് ഇങ്ങനെ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാനോടത് പറഞ്ഞു പോരൂല്ലേ? പൊന്നു മോളെ, ഒരു ബേജാറാകും. ഒരിക്കലും എന്നെ കാണാതെ ബേജാറായതാണ്. ഇനിയും മോളെ നീ ഓൾക്കൊരു ഭാരം കൊടുക്കല്ല, നരകം കൊടുക്കല്ല മോളെ. ദയവായി നീ ഒന്ന് വിളിച്ച് പറയും. എൻ്റെ ഫോണിൽ നമ്പർ ഉണ്ടാവും, ഒന്ന് നോക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്തിനാ ഇന്നെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? വീണ്ടും ശരിക്കും സീനത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മാക്ക് ഭയമാണ് തോന്നിയത്. മോളെ, എന്നാ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടത്ത്. ഈ അവിടെ അങ്ങ് നിൽക്കല്ലേ. അല്ലെങ്കിലും കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക തന്നെയാണ്. ഇതിൻ്റെ ഭർത്താവിൻ്റെ വീട് തന്നെയല്ലേ. അതിലേക്ക് മറ്റൊരുത്ത് കയറി ഇത്ര പെട്ടെന്ന്. അല്ലെങ്കിൽ ഷെഫി ഉസ്താദ് എന്നോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും എന്ത് ചതിയാണ് അവർ ചെയ്തത്? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒരിക്കലും. വല്ലാത്തൊരു തന്നെ. അതെ, ഞാനൊന്ന് അങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും കല്യാണം കഴിച്ചില്ലേ? മോളെ, നീ ചെയ്തത് തികച്ചും തെറ്റായ കാര്യമല്ലേ? എൻ്റെ മോൻ എത്രമാത്രം കരഞ്ഞു നിന്നോട് കരഞ്ഞപേക്ഷിച്ചു. നിൻ്റെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ എത്രമാത്രം എൻ്റെ കുട്ടി സഹിച്ചത്ര ആരെയും സഹിച്ചിട്ടുണ്ടാവോ? പിന്നെന്താ ചെയ്യുക? അവന് ഗൾഫിലേക്ക് പോയി. നിൻ്റെയൊക്കെ നിർബന്ധം തന്നെയല്ലേ അവൻ പോയത്. ഇവിടെ നല്ല മട്ടത്തിൽ മദ്രസും പള്ളിയൊക്കെ ആയിട്ട് കഴിയായിരുന്നല്ലോ എൻ്റെ കുട്ടി. നീയായിട്ട് തന്നെയല്ലേ പറഞ്ഞയച്ചത്? ഞാനായിട്ട് തന്നെ പറഞ്ഞയച്ചത്. പക്ഷേ ഇങ്ങനൊരു ചതിയമ്മ ചെയ്യുന്നതെന്ന് വിചാരിച്ചില്ല. എന്ത് ചതി ചെയ്തു എന്ന് ഈ പറയണത്? ആ പെണ്ണിനെ കെട്ടിയതോ? അറബിക്കുട്ടിയെ? അതെ, അത് പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ് അതൊക്കെ. അല്ല, നിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉമ്മ, നിങ്ങളെന്നോട് കൂടുതലൊന്നും സംസാരിക്കില്ല കേട്ടോ. ഞാനിവിടെ വന്നത് ഷെഫി ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാനാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. എനിക്ക് ജീവിതസുഖം കിട്ടിയിട്ടില്ല. അതെ മോളെ, നീയായിട്ട് തന്നെയല്ലേ നഷ്ടപ്പെടുത്തിയത്? ഉമ്മയും പറഞ്ഞു. എന്നാൽ ഈ സമയം അതെ, അവളെ കാണാതെ ബേജാറായി വീട്ടുകാർ. ആകപ്പാടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ പെട്ടെന്ന് ആങ്ങളെ പറഞ്ഞു, ഉമ്മ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലും ഒന്ന് പോയി നോക്കാം. അങ്ങനെ അവർ അപ്പോൾ തന്നെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അതാ വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് ഉമ്മ നോക്കുമ്പോൾ, മോളെ, എൻ്റെ ഉപ്പയും ആങ്ങളെയൊക്കെ വന്നിക്കണ്. എന്തിനാ അവരിങ്ങോട്ട് വന്നത്? അപ്പോൾ തന്നെ സീനത്ത്, പഠിച്ചോനെ ഭാഗ്യം, അൽഹംദുലില്ലാ. ആ ഉപ്പയും ആങ്ങളെയും നെടുവീർപ്പിട്ടു. എല്ലാം പടച്ച റബ്ബിൽ അർപ്പിച്ചു. അൽഹംദുലില്ലാ അല്ലാ. എന്നാൽ ആ ഉമ്മ, ഇങ്ങോട്ട് കയറിക്കോളി, മോൾ ഇങ്ങോട്ടാണ് വന്നത്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ അവളോട് കുറേ നേരമായി വിളിക്കാൻ പറഞ്ഞു, പക്ഷെ അവൾ സമ്മതിക്കണില്ലായിരുന്നു. എന്നാൽ അതാ അവളുടെ ആങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഉമ്മ, എൻ്റെ പെങ്ങളൊരു തോന്നൽ, ക്ഷമിക്കണം കേട്ടോ. മോനെ, അതിനെന്താ, ഒരു കുഴപ്പമില്ല. കുഞ്ഞും അവളും ഇവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ പൊന്നു മോനെ, അതെ, എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഇനി അവളെ പറ്റില്ലല്ലോ ഒരിക്കൽ പോലും. ഇനി ദയവായി അവരെ ജീവിതം നഷ്ടപ്പെടുത്തരുത്.
അവർ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. അതെ, അവളിവിടെ നിന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ കുട്ടിയെ നോക്കിക്കോളാം, എനിക്കൊരാളായും ചെയ്തു. പക്ഷേ അവരെ കഷ്ടപ്പെടുത്തരുത്, അതാണ് വേണ്ടത്. എനിക്ക് അത് മാത്രം അപേക്ഷിക്കാനുള്ളൂ. ശരിക്കും ആ ഉപ്പയും ആങ്ങളെയും പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവനോടുണ്ടായാൽ മതി, വേറൊന്നും വേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ഒന്നും ഞങ്ങൾ ചെയ്യില്ല. മോളെ സീനത്തെ ഈ കയറിക്ക വണ്ടിയിൽ. എന്തിന്? ഞാനല്ല, നേരെ ഉമ്മാക്ക് വിളിച്ച് പറയട്ടെ, ഉമ്മ അവിടെ അബോധാവസ്ഥയിൽ കിടക്കാണ്. അതെ, ഇങ്ങനെ ഉമ്മയുടെ ഫോണിലേക്ക് ഉപ്പ വിളിച്ചു, ഇല്ല, ഫോൺ എടുക്കുന്നില്ല. കണ്ടില്ലേ, ആകപ്പാടെ മാനസികാവസ്ഥയിലാണ്. എന്തിനാ ഇങ്ങനെ ഇടങ്ങാറാക്കണം മോളെ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എനിക്ക്? ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തണം? അതിനു വേണ്ടി ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് മോളെ? എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ആങ്ങള എന്നെ കൂടുതൽ സ്നേഹിച്ചു എന്നുള്ളതാണോ ഞങ്ങൾ ചെയ്ത് തെറ്റ്? എൻ്റെ പൊന്നു മോളെ, ഇതുപോലെ ദയവായി നീ ഇറങ്ങിപ്പോരരുത് മനുഷ്യനെ ബേജാറാക്കാൻ. ഉപ്പ നിങ്ങളെ കാര്യം നോക്കി പോയിക്കോളേ, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് എൻ്റെ ഷെഫി ഉസ്താദിനെ വേണം. മോളെ, നീ അനാവശ്യം പറയരുത്. നീയായിട്ട് തെറ്റിലേക്ക് പോയിട്ട്, നീയായിട്ട് ഒഴിവാക്കി പോയിട്ട് ഇങ്ങനത്തെ ഓനെ വേണമെന്ന്. ഇതെന്താ കുട്ടിക്കളിയോ? കല്യാണം എന്താ കുട്ടിക്കളിയോ? അതേ, ഇസ്ലാമിൽ ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, നിൻ്റെ കുട്ടികളിക്കുള്ളതല്ല അത്, ഓർത്തോ. ഇറങ്ങി വന്ന ഈ ഉപ്പ അതാ അവളെ പിടിച്ചു വലിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആങ്ങളെയും ഇങ്ങോട്ട് പോന്നാ, ഇങ്ങോട്ട് എന്താന്നില്ലേ ഇത് ഇടങ്ങാറാക്കാം ഓരോരുത്തരെ. എന്നാൽ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പറഞ്ഞു, വേണ്ട, ഓള് വലിക്കണ്ട, ഓളിവിടെ നിന്നോട്ടെ, ഏതായാലും ഷെഫിയും ഓളും പോയതല്ലേ, കുഴപ്പമില്ല, ഓളിവിടെ നിന്നോട്ടെ, കുട്ടീനെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കുട്ടി തന്നെയല്ലേ അത്, നിങ്ങൾ പോയിക്കോളി, ഓളിവിടെ നിന്നോട്ടെ. അല്ലമ്മ, അത് ശരിക്കും മോശമായ. എന്ത് മോശം? ഓളിവിടെ നിന്നോട്ടെ, ഞാൻ ഓളെ നോക്കിക്കോളാം. ശരിയാണ്, വേണ്ട രീതിയിൽ കാട്ടിക്കൂട്ടി പോയതാണ് ഓൾക്ക് മറ്റൊരു വിവാഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും മനസ്സ് സന്തോഷിച്ചതായിരുന്നു. പക്ഷേ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്? തള്ളി പറയാനാവില്ല. കാരണം എൻ്റെ പൊന്നു മോൻ്റെ ചോരണേ കുട്ടി, അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ കാണുന്ന പോലെയാണ് ഇത്. ഓളിവിടെ നിന്നോട്ടെ, ഓളും കുട്ടിയും. എന്നാൽ ആ ഉപ്പയും ആങ്ങളെയും നിസ്സഹയായി നിൽക്കുകയായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയിക്കോളി, ഓളെ ഞാൻ നോക്കിക്കോളാം. അതെ, നിങ്ങൾ പോയിക്കോളി മോളെ. ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന ഈ പോലെ ബുദ്ധിമുട്ടാക്കാൻ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും ഇവിടെ വന്ന നാണമില്ലല്ലോ നിനക്ക്? നിന്നെ ഒഴിവാക്കിയിട്ട് പോയി, നീയായിട്ട് ഒഴിവാക്കിപ്പോയി. ഡൈവോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് പോലും വീണ്ടും നീ അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നല്ലോ. നിങ്ങൾ പൊയ്ക്കോളി, ഉപ്പയും കാക്കയും പൊയ്ക്കോളി, എനിക്ക് ആരും വേണ്ട, ഞാൻ ഇവിടെ നിന്നോണ്ട്, നിങ്ങൾ പൊയ്ക്കോളി. അതെ, അവരെ പറഞ്ഞേക്കുമ്പോൾ ആ ഉമ്മ പറഞ്ഞു, അതെ, നിങ്ങൾ പോയിക്കോളി, അവളിവിടെ സുരക്ഷിതയായിരിക്കും, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നോക്കിക്കോളും കുഞ്ഞിൻ്റെയും അവളുടെയും കാര്യം. എന്നാൽ മനമില്ലാ മനസ്സോടു കൂടി ആ പിതാവും ഉപ്പയും അതാ ആ വീട്ടിൽ നിന്നിറങ്ങി. മോനെ, എന്താ എൻ്റെ പെങ്ങളിങ്ങനെ? ഉപ്പ, എനിക്കറിയില്ല, എന്തൊരു മോശമാണിത്. ഷെഫി ഉസ്താദിനെ അവളായിട്ട് ഒഴിവാക്കി പോയിട്ട് ഇപ്പോഴിത് വീണ്ടും അവനെ വേണമെന്ന് പറയുന്നത്. എന്താ ഇതിനൊക്കെ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. അല്ലുപ്പ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രോബ്ലം ഉണ്ടോ? ശരിക്കും ഉപ്പ പറഞ്ഞു, മാനസിക പ്രോബ്ലം? അതെ, അവൾക്ക് ബുദ്ധി ഏറിപ്പോയതാണ് ഓളെ വിഷയം, മറ്റൊന്നുമല്ല. എൻ്റെ റബ്ബേ, പഠിച്ചോനെ. അവർ അതാ വീട്ടിലേക്കെത്തി. ഉമ്മ കരഞ്ഞു തളർന്ന് ബോധരഹിതയായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവനും ഉപ്പയും വേഗം താങ്ങിയെടുത്ത് അതാ വെള്ളമെല്ലാം മുഖത്ത് തളിച്ചു. എവിടെ എൻ്റെ കുട്ടി? അതെ, അവൾ അവിടെയുണ്ട്. എവിടെ? ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ സുരക്ഷിതമായി ഉണ്ട് അവൾ. അൽഹംദുലില്ലാ. ഈ കുട്ടിക്ക് എന്താ പിരാന്തുണ്ടോ? ഒരു വാക്ക് മിണ്ടിയിട്ട് പോയിക്കൂടെ മനുഷ്യനെ ബേജാറാക്കാൻ? കൈകാലുകൾ തളർന്ന് പ്രഷറൊക്കെ പറ്റി കുറഞ്ഞു. ഉമ്മ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട മോനെ, ഒന്നും വേണ്ട, ഏതായാലും അവിടെ ഉണ്ടല്ലോ. ഈ കുട്ടി കാട്ടിൽ കടുപ്പം, പാവം റബ്ബേ. ആ ഷമീർ എത്രമാത്രം ആഗ്രഹിച്ചതാണ് കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട്. അവന് ഇത്രയ്ക്ക് മോശമായ ഒരു അവസ്ഥ റബ്ബേ ഉണ്ടാവില്ല ആർക്കും. പാവാണ്. അത് എല്ലാം കാണാൻ വരലും എല്ലതും കഴിഞ്ഞ് എല്ലാവരോടും പറയൽ വരെ കഴിഞ്ഞ് അതിനിടയിൽ ഇവൾ കാട്ടിക്കൂട്ടിയ ഓരോ കാര്യങ്ങൾ, പഠിച്ചോനെ ഞാൻ തുണക്കല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ അതാ സീനത്ത് എന്തിനാണ് അവിടെ വന്നു കൂടിയത്? എന്തിനു വേണ്ടിയിട്ടാണ് അവൾ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വീണ്ടും വന്നത്? അത് ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിന് ഒരു തടസ്സമാകാൻ അവൾ ശ്രമിക്കുമോ? അല്ലെങ്കിലും ബത്തൂലും
അവളും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അവൾക്ക് അസൂയ കൊണ്ട് അത് തകർക്കുവാനാണോ അവളുടെ ഉദ്ദേശം? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.